ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിടുന്ന അഭിപ്രായ സർവേകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മനോരമ പുറത്തുവിടുന്ന സർവേകളെ എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിമർശിച്ചു. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലെ സർവേ നോക്കുകയാണെങ്കിൽ അന്ന് പരാജയപ്പെടും എന്ന് പ്രവചിച്ച സ്ഥാനാർത്ഥികൾ മന്ത്രിമാരായിട്ടുണ്ട്. കെ ശൈലജ, പി രാജീവ്, എം മണി, മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, എം രാജേഷ് എന്നിവരെയൊക്കെ ഉദാഹരണങ്ങളായി അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവേകളൊന്നും തന്നെ വിശ്വാസ്യതയില്ലാത്തതാണെന്നും എന്നാൽ അതേ പരിപാടിയുമായി അവർ വീണ്ടും വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നതെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവേ ഫലം പുറത്തുവിടുന്നത്. പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം. ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്കി. പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല. അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ കെ ശൈലജ, പി രാജീവ്, എം മണി, മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, എം രാജേഷ്, അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക, എത്രയെത്ര പേര്. അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ച് 2 വോട്ടെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം. എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ? സർവേ നടത്തുന്ന രീതി, എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ പ്രീപോൾ സർവേ ഫലം പുറത്തുവിടുന്നത്. ആധികാരികത എന്ത് എന്ന് ജനങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം. ഇതേ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത്. അവരിൽ പലരും പരാജയപ്പെടുമെന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം മണിക്ക് 40.7% വോട്ട്. അപ്പോൾ തോറ്റുപോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടവരോ എന്ന് ചിന്തിക്കുമല്ലോ 1-2 ആൾ. അങ്ങനെ ആ 1-2 ആളുടെ വോട്ട് തിരിച്ച് കിട്ടുമെന്ന് നോക്കാനാണ് ഈ സർവേ വിടുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 42% വോട്ട്. ഇതായിരുന്നു മനോരമയുടെ സർവേ പ്രവചനം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ നേരെ തിരിച്ചാണ് വന്നത്. 38,305 വോട്ട് ഭൂരിപക്ഷത്തിനാണ് എം മണി അവിടെ വിജയിച്ചത്. അതുപോലെ മട്ടന്നൂരിൽ കെ ശൈലജ കടുത്ത മത്സരം നേരിടുന്നുവെന്നായിരുന്നു വാർത്ത. പക്ഷേ ഫലം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ ശൈലജ മാറിയെന്നായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതിൽ മനോരമയുടെ സർവേ നോക്കുകയാണെങ്കിൽ എല്ലാ സർവേകളിലും തിരഞ്ഞെടുപ്പിൽ LDFന് തോൽവിയും UDFന് മേൽക്കൈയുമാണ് പ്രവചിക്കുന്നത്. നിഷ്പക്ഷമായി നിൽക്കേണ്ട മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ ചായ്വുള്ള വ്യാജ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വ്യാജ സർവേകൾക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ആർക്കും മനസ്സിലാകുന്ന കാര്യം, ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ?
അപ്പോൾ അത് ബോധപൂർവമാണ്. അപ്പോൾ സർവേകളെ ചവറ്റുകുട്ടയിൽ ഇട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനോടൊപ്പം നിന്ന ജനങ്ങൾ ഇക്കുറിയും അതേപോലെ തന്നെ LDFിനോടൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടിയ സർവേ റിപ്പോർട്ടുകൾ കണ്ട് വ്യാജ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്.